കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ ഒപ്പം ചേരുകയാണ്. ഡോക്ടർ അനിൽകുമാർ സർ, ഇവിടെ കേരളത്തിൽ എക്സിറ്റ് പോൾ പറഞ്ഞതിലും വലിയ റിസൾട്ടാണ് UDF ഉണ്ടായിരിക്കുന്നത്. ഒരു UDF തരംഗം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, നേരത്തെ പ്രവചിച്ചിരുന്നുമില്ല. പക്ഷേ അതാണ് നമ്മൾ റിയലി കാണുന്നത്. അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടോ? ഇതാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം ഞാൻ പല ചാനലുകളിലും ചർച്ചയ്ക്ക് പോയിരുന്നു. അവരൊക്കെ ചോദിച്ചു. വളരെ കൃത്യമായി പറഞ്ഞാൽ 1-2 ചാനലുകൾ നമ്മൾ കൃത്യമായി പറയുകയും ചെയ്തു. ഞാൻ കരുതിയിരുന്നത്, ഞാൻ അന്നൊക്കെ പറഞ്ഞിരുന്നത് 75-നും 85-നും ഇടയ്ക്കൊരു സംഖ്യയാണ് UDF പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 85 ക്രോസ് ചെയ്താൽ അതൊരു തരംഗമാവുകയും പിന്നീട് അത് 90-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. കാരണം ഈ തരംഗം എപ്പോഴും നമ്മൾ പറയത്തില്ലേ, ജലത്തെയും തീയെയും നമ്മൾ വിലയിരുത്താൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് ജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു തരംഗം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ പറയുന്ന ചെറിയ എഡ്ജുകൾക്കോ ചെറിയ ഫാക്ടറുകൾക്കോ ഒന്നും അവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. ഈ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് UDF അനുകൂലമായ മൗനമായ ഒരു തരംഗമായിരുന്നു. ആ മൗനമായ തരംഗമെന്ന് ഞാൻ പറയാൻ കാരണം, അങ്ങ് പറഞ്ഞതുപോലെ പ്രത്യക്ഷത്തിൽ അത് ഒപ്പിയെടുക്കാൻ പറ്റുന്ന തരംഗമായിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ, അന്ന് വൈകിട്ട് ഞങ്ങളൊക്കെ ചില ചർച്ചകൾക്ക് പോയിരുന്നു. ആ ചർച്ചകളിൽ കൃത്യമായി പറഞ്ഞിരുന്നു. ചിലർ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്, മൗനമായ തരംഗം അങ്ങ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന പാനലിസ്റ്റുകളുടെയൊക്കെ ഉത്തരം. അതിൻ്റെ കാരണം, ഒരു പ്രത്യേകമായ തീരുമാനം എടുത്തതുപോലെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 60% പോളിംഗ് നടക്കുക എന്ന് പറയുന്നത് വളരെ ഡിസൈസീവ് വോട്ടിങ്ങിൻ്റെ ഒരു ട്രെൻഡാണ്. ഇത് ആർക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ പോയവർ പോലും നിരന്തരമായി അവർ കയ്യിലെ പൈസ മുടക്കി ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്ന ആളുകളെ പതിവിൽ നിന്ന് വിപരീതമായി കൂടുതലായി കണ്ടപ്പോഴേ നമുക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി. ഇതൊരു ഡിസൈസീവ് വോട്ടിംഗ് ആയിരുന്നു. ഇവിടെ നിർണായകമായത് സ്ത്രീകളുടെ വോട്ട് ഏറ്റവും നിർണായകമായ ഘടകമായി മാറിയിട്ടുണ്ട്. മൈനോറിറ്റി വോട്ടുകൾ വളരെ നിർണായകമായ ഘടകമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിണറായി വിരുദ്ധ വോട്ടുകൾ ഒരു നിർണായക ഘടകമായി മാറിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിലെ ചിലരുടെ വോട്ടുകൾ വളരെ നിർണായകമായി മാറിയിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഇടതുപക്ഷം ഇങ്ങനെയാകാൻ ഞാൻ ചില ഇടതുപക്ഷക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ, സാധാരണക്കാരോട് സംസാരിച്ചപ്പോൾ, സാറേ ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ്, പക്ഷേ ഈ തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം? ഇടതുപക്ഷം ഇങ്ങനെ മാറാൻ പാടില്ല. അപ്പോൾ ഇടതുപക്ഷത്തിന് ഇനി വന്നാൽ അഹങ്കാരമാകും. ഇതൊക്കെ സാധാരണക്കാരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇടതുപക്ഷത്തിലുണ്ടായിരുന്നു, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശബരിമല പോലുള്ള വിഷയങ്ങളാണ്. അവിടെ ക്രെഡിബിലിറ്റി, ഒരു ഭരിക്കുന്ന, പ്രത്യേകിച്ച് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒറ്റ വാക്കിൽ അതിനെ ഇങ്ങനെ പറയാം. VD സതീശനാണോ പിണറായി വിജയനാണോ കൂടുതൽ ക്രെഡിബിലിറ്റി എന്ന് ചോദിച്ചാൽ 100% നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം VD സതീശൻ എന്നാണ്. അതിൻ്റെ കാരണം, ഞങ്ങളൊക്കെ ഫീൽഡിൽ സർവേ ചെയ്തിട്ടുള്ളവരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പല കാര്യങ്ങളിലും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള മറുപടികൾ, ജനങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള മറുപടികൾ പറയാൻ കഴിഞ്ഞില്ല. ശബരിമല വിഷയത്തിൽ അഴിമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭരിക്കുന്ന സർക്കാരിന് അന്തസ്സായി പറയാവുന്ന ഒരു കാര്യമുണ്ട്, അതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ, അല്ലെങ്കിൽ സ്വാഭാവികമായും ഇപ്പം പിണറായി വിജയൻ അല്ലല്ലോ ശബരിമലയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്, അദ്ദേഹം നിയമിക്കുന്ന ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അവിടെ ഒരു അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത്, ഇങ്ങനെയുള്ള അഴിമതികൾ, വീഴ്ചകൾ ഞങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നടപടി എടുക്കും. അതിലാണ് ഒരു സർക്കാരിൻ്റെ മിടുക്ക് എന്ന് പറയുന്നത്. അതിന് പകരം അഴിമതി ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. അതിനേക്കാൾ ഏറ്റവും രസകരമായ കാര്യം, നന്ദഗോവിന്ദ ഭജൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. നന്ദഗോവിന്ദ ഭജൻസിന് പൈസ കൊടുത്തു, അവർ രംഗത്തൊന്ന് പറയുകയാണ്, ഞങ്ങളങ്ങനെ അവിടെ പാടിയിട്ടേ ഇല്ല. അപ്പം ജനങ്ങൾക്ക് പിന്നെ CBI വിട്ട് അന്വേഷണം നടത്തി അവിടെ അഴിമതി ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആ ക്രെഡിബിലിറ്റി, അവരുടെ അന്വേഷണം നടത്താതെ അവർക്ക് വിശ്വാസ്യമുള്ള അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കൺക്ലൂഷൻ അവരുടെ മനസ്സിൽ ഫോം ചെയ്യുകയാണ്. അതിനെ മറികടക്കാൻ വേണ്ടത് കൃത്യമായ ഒരു നേതൃത്വത്തിൻ്റെ കൃത്യമായ വിശദീകരണമാണ്. അതുണ്ടായിട്ടുണ്ടോ? അതുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ആ നിലയിലുള്ള വോട്ടുകളും അവരിൽ നിന്ന് പോയി. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, അത് പലരും വില കുറച്ച് കാണുന്നതാണ്. പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും BJPയുമായി ചില ധാരണകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മൾ തന്നെ തമാശയ്ക്ക് പറയാറുണ്ട്, നമുക്ക് വെള്ളാപ്പള്ളി നടേശന് നമോഭാഗം പറയണ ഇക്കാര്യത്തിൽ എന്ന്. ഇത്രയും സീറ്റ് UDF സംഭാവന ചെയ്തത് വെള്ളാപ്പള്ളി നടേശനാണോ എന്ന് ചോദിച്ചാലാണെന്ന് ചിലപ്പോൾ തമാശയ്ക്കെങ്കിലും നമ്മൾ പറഞ്ഞു പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ മൈനോറിറ്റി വോട്ടുകൾ നേരത്തെ ഒരുപക്ഷെ നേരത്തെ 10 വർഷത്തിന് മുമ്പ് ഇടതുപക്ഷം വന്ന സമയത്ത് ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരു വിഭാഗമാണ് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾ. ഒട്ടേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ BJPയുമായി ചിലയിടത്തെങ്കിലും പിണറായിയെ പേരെടുത്ത് ഒന്ന് വിമർശിക്കുവാൻ പോലും ധൈര്യമില്ലാത്ത മുഖ്യമന്ത്രി എന്നുള്ള പേര് പിണറായി വിജയന് വീണ് കിട്ടിയതോടെ അത് കൂടുതൽ പ്രശ്നമുള്ള ഒരു കാര്യമായി മാറി. മാത്രമല്ല, ഞങ്ങൾക്ക് SDPIയുടെ പോലും വോട്ട് വേണ്ട എന്ന് പറഞ്ഞ
പല നേതാക്കന്മാരും ഇരിക്കുന്ന പാർട്ടിയിൽ അവസാനം നേമത്ത് വരെ ശിവൻകുട്ടിക്ക് SDP-യുടെ പിന്തുണ തേടേണ്ടി വരുന്നു എന്നുള്ളത് വ്യത്യസ്തമായൊരു ചിത്രമാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. മൈനോറിറ്റികൾ ഷിഫ്റ്റ് ചെയ്തത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതാണ് അവരുടെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ആ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം നമ്മൾ അതുപോലെ തന്നെ BJP RSS വിഭാഗങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു കേട്ടു. അവർ കരുതുന്നത് കേരളത്തിൽ ഇടതുപക്ഷം കോൺഗ്രസ് തകർന്നാലാണ് BJPക്ക് വളർച്ച ഉണ്ടാവുക എന്നുള്ള മിക്ക ആളുകളുടെ ഒരു കൺക്ലൂഷനാണിത്. ഞാൻ ധാരാളം ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കൺക്ലൂഷനാണിത്. BJPക്ക് കേരളത്തിൽ വേരോട്ടം ഉണ്ടാവണമെങ്കിൽ കോൺഗ്രസ് തകരണം. കാരണം അവർ കരുതുന്നത് കോൺഗ്രസ്സിനാണല്ലോ ഏറ്റവും കൂടുതൽ MP-മാർ പാർലമെൻറ്റിൽ ചെല്ലുന്നത്, അതുകൊണ്ട് കോൺഗ്രസ് കയറുന്ന അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ പോകാമെന്നുള്ളതാണ് BJPയുടെ ധാരണ. ഇത് തെറ്റായ ഒരു റീഡിങ്ങാണ്. കേരളത്തിൽ BJP വളരുന്നമെങ്കിൽ തകരേണ്ടുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം തകർന്നാണ് BJP ശക്തമാകുന്നത് എന്നുള്ള തിയറിക്ക് കേരളത്തിൽ ആരും ഒരു പോസിറ്റീവായി സംസാരിച്ച് ഞാൻ കേട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതാണ്. കാരണം കോൺഗ്രസ്സിൽ നിന്ന് BJPയിലേക്ക് പോകേണ്ടവരൊക്കെ ഇതിനോടകം തന്നെ മറുകണ്ഠം ചാടി പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കമ്മ്യൂണൽ ഗ്രൂപ്പായി നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ BJPൻ്റെ വോട്ട് ബാങ്കായി നിൽക്കുന്ന നായർ വിഭാഗം, നേരത്തെ ഇടതുപക്ഷത്തോടുണ്ടായിരുന്ന ആ നായർ വിഭാഗം, അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന നായർ വിഭാഗം ഇപ്പോൾ BJPയിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഷിഫ്റ്റ് വരേണ്ടുന്ന ഹിന്ദു വിഭാഗം എങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു? BJPയിലേക്ക് പോയി കഴിഞ്ഞു. ഇനി അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ ആരിൽ നിന്ന് കിട്ടണം? ഒന്നുകിൽ ഹിന്ദു വിഭാഗം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം. ഇതിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗങ്ങളുടെയും ഏതാണ്ട് മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ്സിലേക്കാണ്. ഇനി BJPക്ക് വളരണമെങ്കിൽ എവിടെ നിന്നാണ് വോട്ട് കിട്ടേണ്ടത്? ഇനി BJPക്ക് വളരണമെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ട് കിട്ടണം. ആ ഇടതുപക്ഷത്തിൽ ഏത് വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടണം? OBC മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുടെ വോട്ട് കിട്ടണം. അതിൽ ഏറ്റവും എളുപ്പം അവർക്ക് ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റികളുടെ വോട്ട് സ്വായത്തമാക്കുന്നതാണോ BJPക്ക് എളുപ്പം, അതോ ഹിന്ദു മൈനോറിറ്റി വോട്ടുകൾ OBC വോട്ടുകൾ ലക്ഷ്യമാക്കുന്നതാണോ അവർക്ക് എളുപ്പം? സ്വാഭാവികമാണ്. അപ്പം ഇടതുപക്ഷം, അതായത് കോൺഗ്രസ് കേരളത്തിൽ വീക്കൻ ചെയ്താൽ അല്ല BJP വളരുന്നത്, ഇടതുപക്ഷം വീക്കൻ ചെയ്താലാണ്. അത് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം തന്നെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ UDF കോൺഗ്രസ്സിന് ശക്തമായ വോട്ട് കിട്ടുകയും ഇടതുപക്ഷം താഴേക്ക് പോവുകയും ചെയ്തപ്പോൾ BJP നില മെച്ചപ്പെടുത്തുന്നു. നമ്മളതാണ് അവിടെ ഇപ്പോൾ 3 സീറ്റാണ്, ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നു? പ്രതീക്ഷിക്കാത്ത ചാത്തന്നൂർ വരുന്നു. പക്ഷേ ചാത്തന്നൂർ ഞങ്ങൾ പ്രതീക്ഷയാണ്. ചാത്തന്നൂർ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറയും ചെയ്യും. ചാത്തന്നൂർ ഒരു പക്ഷേ ഞാൻ നമ്മുടെ ഈ ചാനലിൻ്റെ നമ്മുടെ ജമീഷുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് ചാത്തന്നൂർ ഒരു പക്ഷേ അത്ഭുത വിജയം സമ്മാനിക്കും. ഏതാണ്ട് അതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം അതൊരു വളരെ വലിയ സൂചന. ഇനി നമ്മൾ നോക്കൂ, വോട്ട് ബേസ് കൂടുന്നിടത്ത് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ചലനം ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് അവർ ജയിക്കുന്നത് വോട്ട് ബേസിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്, നേരിയ ചലനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ BJP വളരുന്നുണ്ട്, പക്ഷേ അവർ ആ പ്രദേശങ്ങളിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണവിരുദ്ധ തരംഗം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചിലരൊക്കെ തമാശ ചെയ്യുന്നു, ഭരണവിരുദ്ധ തരംഗമാണോ അതോ പിണറായി വിരുദ്ധ തരംഗമാണോ? എന്തായാലും വിരുദ്ധ തരംഗം ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില നേതാക്കന്മാരുടെ വിജയം ഒരു പക്ഷേ എന്നെ ഒരല്പം സ്വാധീനിച്ചത് ബാലഗോപാലിൻ്റെ വിജയമാണ്. കൊട്ടാരക്കരയിൽ ബാലഗോപാലിൻ്റെ വിജയം. കാരണം ഞാൻ കരുതിയിരുന്നത് ഞാൻ മണ്ഡലത്തിലൊക്കെ പോയ ഒരാളാണ്. ഞാൻ കരുതിയിരുന്നത് ബാലഗോപാൽ തുടക്കത്തിൽ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ ബാലഗോപാൽ പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, നേരിയ ഭൂരിപക്ഷത്തിൽ, അതും കൊട്ടാരക്കരയിൽ ഉമ്മന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അവസാന വോട്ടെണ്ണിൽ അദ്ദേഹത്തിന് വിജയിച്ചു വരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ഞാൻ ബാലഗോപാലിൽ കാണുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മികവ് കാണുന്നത്, മണ്ഡലത്തെ മനസ്സിലാക്കാൻ, മണ്ഡലത്തിൽ തൻ്റെ പോരായ്മകൾ എവിടെയൊക്കെയാണ്. അദ്ദേഹം അക്കാദമീഷ്യന്മാരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്, അദ്ദേഹം നല്ല ഗവേഷണങ്ങൾ നടത്താറുണ്ട്, അതിൻ്റെ ഫലം അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. ആ ഫലത്തിനനുസരിച്ച് അദ്ദേഹം മണ്ഡലത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി തൻ്റെ നില മെച്ചപ്പെടുത്താനുണ്ട്. ഒരു നേതാവ് വളരെ പക്വതയോടുകൂടി ആ മണ്ഡലത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും മണ്ഡലത്തെ കെയർ ചെയ്യുകയും അത് വോട്ടായി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം വിജയിക്കുന്നു. ഈ തരംഗത്തിൽ പോലും അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. എന്നാൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പ്രതീക്ഷിച്ച ഗണേഷ് കുമാർ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ്? അമിത ആത്മവിശ്വാസമാണ്. ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ്. എന്തു വന്നാലും കുഴപ്പമില്ല, നല്ല മന്ത്രിയാണ്, ഞാൻ ജയിക്കും, എൻ്റെ ജീവിതത്തിൽ എന്തായാലും എന്താ, ഞാൻ എങ്ങനെ പെരുമാറിയാൽ എന്താ, ഞാൻ നല്ല മന്ത്രിയാണോ എന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം ഫാക്ടറുകൾ അവർ പരിശോധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് പോലെ ആയിരിക്കത്തില്ല കേരളത്തിലെ പ്രതിനിധി എന്ന് പറയുന്നത്. അവർ കുറേ കൂടി ജീവിത മൂല്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും മൊറാലിറ്റിക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ സ്ഥിതിക്കനുസരിച്ച് നമ്മൾ ഈ കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബൂസ്റ്റാണ് നൽകിയിട്ടുള്ളത്. ഇത് അവർക്ക് പാർലമെൻറ്റിൽ ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ UDF ശക്തമായ നേട്ടം ഉണ്ടാക്കി. പക്ഷേ ഇത് അവർക്ക് നിലനിർത്തണമെങ്കിൽ ഒരു ഘടകം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആ ഘടകം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടതെന്ന് ചോദിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ആദ്യം ചെന്നെത്തുന്നത് പിണറായി വിരുദ്ധതയിലാണ്. പിണറായിയുടെ സമീപനമാണ്, ജനങ്ങളോടുള്ള ആളുകളോട് ഇടപെടുന്ന രീതി, സംസാരിക്കുന്ന രീതിയിലുള്ള സമീപനമാണ്. നിങ്ങൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു എന്നതിനേക്കാൾ പ്രധാനമാണ് ആ വ്യക്തി എങ്ങനെ നിങ്ങളെ സ്വീകരിച്ചു എന്നുള്ളത്. അപ്പം നിങ്ങൾ ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സഹായം ചെയ്താലും ആ വ്യക്തി നിങ്ങളെ വളരെ മോശമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുകയും പെരുമാറുകയും നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയും അയാൾ എന്തോ ചെയ്യാലെന്തോ അയാൾ വ്യക്തിപരമായി കൊള്ളത്തില്ല എന്ന് പറയും. അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം ഭരണാധികാരി എന്നുള്ള കാഴ്ചപ്പാടൊന്നുമില്ല. ഈ പിണറായി തന്നെയാണ് നേരത്തെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നന്നായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. ആ അഭിപ്രായമൊന്നും എനിക്കില്ല. അദ്ദേഹം നല്ല കഴിവുള്ളൊരു ഭരണാധികാരിയാണ്. പക്ഷേ പ്രശ്നം പറ്റിയത് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഗണേഷ് കുമാർ ആയാലും ഇദ്ദേഹമായാലും ഒക്കെ, ഗണേഷ് കുമാർ കുറേ കൂടി ഭേദമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇപ്പം VD സതീശൻ വരുന്ന 5 വർഷം ഇനി ജനങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരല്പം ധാർഷ്ട്യം ഉണ്ടായിപ്പോയാൽ, ഈ പറയുന്നത് പോലെ 5 വണ്ടി എൻ്റെ പെട്രോളിങ്ങിന് വരട്ടെ എന്ന് ധാരണ ഉണ്ടായിപ്പോയാൽ ഇത് തമിഴ് സിനിമാ രാഷ്ട്രീയമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തസത്ത, കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രബുദ്ധരായ ജനവിഭാഗങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അവരാദ്യം മനസ്സിലാക്കേണ്ടത് യജമാനന്മാർ ജനങ്ങളാണ്. ജനങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും എഴുന്നേറ്റ് നിൽക്കേണ്ടുന്ന ഒരു ജനാധിപത്യ സംസ്കാരമാണ് ഒരു രാജ്യത്തിന് വേണ്ടുന്നത്. അത് തിരിച്ചറിയാനായാൽ പകുതി വിജയിച്ചു. ബാക്കിയുള്ളത് അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഴിമതിയും ബാക്കിയുള്ള ഘടകങ്ങളും ഒക്കെ രണ്ടാമത്തെ ഘടകങ്ങളാണ്. പലപ്പോഴും കരുണാകരൻ എന്താ കരുണാകരനും ബാലകൃഷ്ണപിള്ളയൊക്കെ വലിയ അഴിമതിക്കാരായിരുന്നല്ലോ. പലപ്പോഴും പല വാർത്തകളിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ശിക്ഷിച്ച് വെക്കപ്പെട്ടിട്ടുള്ളവരാണ്. പക്ഷെ അവർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുന്നു. എന്താ കാരണം? അവർ കയറാനുള്ള കാരണം അതിനേക്കാളൊക്കെ വലിയ സ്ഥാനമാണ് വ്യക്തിബന്ധങ്ങളിലും സമീപനങ്ങളിലും ജനങ്ങൾ കൊടുക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളെ എങ്ങനെ കാണുന്നു, ഏത് തരത്തിലുള്ള ഒരു സിമ്പലായി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയ വില കേരള സംസ്കാരത്തിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ, തങ്ങൾ വലിയ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയാൽ ഞങ്ങളെ വോട്ടിട്ട് തെരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ള ധാർഷ്ട്യത്തിൽ മുന്നോട്ട് പോയാൽ VD സതീശനല്ല ആര് കേരളത്തിൽ വന്നാലും അവർക്ക് പിണറായി വിജയൻ്റെ അതേ അനുഭവമായിരിക്കും 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് ഈ ചോദ്യം ഇവിടെ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത്, കേരള രാഷ്ട്രീയത്തിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ക്രെഡിബിലിറ്റി ഉള്ള നേതൃത്വമായി വർക്ക് ചെയ്യണം. ആ ക്രെഡിബിലിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനം. VD സതീശന് ആകെയുള്ള സ്വത്തും ഈ ക്രെഡിബിലിറ്റിയാണ്.